നമസ്കാരം. നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വൃശ്ചികം രാശിക്കാരുടെ മെയ് മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. വൃശ്ചികം രാശിയിൽ വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. കുജൻ ആണ് വൃശ്ചികം രാശിയുടെ അധിപൻ. വൃശ്ചികം രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. സൂര്യൻ മെയ് 15-ന് 6-ാം ഭാവമായ മേടം രാശിയിൽ നിന്ന് 7-ാം ഭാവമായ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കും. ബുധന് ഈ മാസം 2 പ്രാവശ്യം സ്ഥാനമാറ്റമുണ്ടാകും. മെയ് 7-നു 6-ാം ഭാവമായ മേടം രാശിയിലേക്കും തുടർന്ന് മെയ് 23-ന് 7-ാം ഭാവമായ ഇടവം രാശിയിലേക്കും മാറ്റമുണ്ടാകും. ശുക്രൻ മെയ് 31-ന് 5-ാം ഭാവമായ മീനം രാശിയിൽ നിന്ന് 6-ാം ഭാവമായ മേടം രാശിയിലേക്ക് സഞ്ചരിക്കും. വൃശ്ചികം രാശിയുടെ അധിപനായ കുജൻ മാറ്റമില്ലാതെ 9-ാം ഭാവമായ കർക്കടകത്തിൽ തുടരും. വ്യാഴം മെയ് 14-ന് 7-ാം ഭാവമായ ഇടവം രാശിയിൽ നിന്നും 8-ാം ഭാവമായ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും. ശനി 5-ാം ഭാവമായ മീനം രാശിയിൽ സഞ്ചാരം തുടരുന്നതാണ്. രാഹു മെയ് 18-ന് മീനം രാശിയിൽ നിന്ന് 4-ാം ഭാവമായ കുംഭം രാശിയിലേക്ക് മാറും. അതുപോലെ കേതു മെയ് 18-ന് കന്നി രാശിയിൽ നിന്ന് 10-ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറും. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ആകയാൽ വ്യക്തിയുടെ ഗ്രഹനില പരിശോധിച്ച് കൃത്യമായി അറിയുവാൻ കഴിയും. ഇവിടെ പറയുന്നത് പൊതുവായുള്ള ഫലങ്ങളാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു മാസം ഗുണഫലങ്ങൾ മുന്നിട്ട് നിൽക്കുകയും ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകൾ ഓപ്പണാകുന്ന സമയമാണ്. വിനോദത്തിനും ആഡംബരത്തിനും വേണ്ടി പണം ചെലവാകുന്ന മാസവുമാണ്. അതുപോലെ സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന മാസം കൂടിയാണ്. തിരികെ കിട്ടുവാനുള്ള ധനം തിരികെ ലഭിക്കുന്നതും എന്നാൽ സാമ്പത്തികമായ ചിലവുകൾ വരുന്നൊരു സമയം കൂടിയാണ്. ആകയാൽ നേരത്തെയുള്ള കൺട്രോൾ അധിക ചിലവുകൾ കുറയ്ക്കുന്നതിന് ഉപകരിക്കും. കുടുംബപരമായി നോക്കുമ്പോൾ വ്യാഴത്തിന്റെ സഞ്ചാരം അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ നാക്കുപിഴവ് സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധ വേണം. കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുവാനും പണം ചിലവാകുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഉള്ളവരുമായി ബന്ധുജനങ്ങളുമായി സംസാരിക്കുമ്പോൾ പ്രധാന വിഷയങ്ങളിൽ ക്ഷമയോടെ ഇടപെടേണ്ടതാണ്. മാസത്തിലെ 2-ാം പകുതിയിൽ ബന്ധുഗമനവും വിനോദയാത്രകൾക്ക് സാഹചര്യവും വരുന്നതാണ്. ആരോഗ്യപരമായി നോക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിലെ ഒരാൾക്ക് രോഗാവസ്ഥ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ വൃശ്ചികം രാശിയിലുള്ള നക്ഷത്രജാതർക്ക് രാഹുകേതുക്കളുടെ സഞ്ചാരം അനുകൂലമല്ലാത്തതിനാൽ ഉദരം, ഹൃദയം, ചെവി ഇവ സംബന്ധമായി ശ്രദ്ധ കൊടുക്കുന്നതും ഫാസ്റ്റ് ഫുഡ് പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ്. മെയ് മാസത്തിലെ ആദ്യ പകുതിയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഉദ്യോഗ മേഖലയിൽ ഉദ്യോഗ മാറ്റത്തിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല സ്ഥിതി വരുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വർക്ക് ലോഡ് കൂടുതലാകുവാനും ഏറ്റെടുത്ത പ്രവൃത്തികൾ കൃത്യമായി ഡെഡ്ലൈനിൽ പൂർത്തീകരിക്കുവാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടതായി വരുന്ന ഒരു സമയമാണ്. മാസത്തിന്റെ 2-ാം പകുതിയിൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് ഒഴിവാക്കുക. കർമ്മമേഖലയിൽ തടസ്സങ്ങൾ വരുന്നതാണ്. പുതിയ തൊഴിലവസരങ്ങൾ മെയ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ വരികയും 2-ാമത്തെ പകുതിയിൽ ഉദ്ദേശിച്ച തൊഴിലവസരം വരാത്ത സമയവും ആയതിനാൽ ആലോചിച്ചു നല്ല തീരുമാനങ്ങൾ എടുക്കുക. വിദ്യാപരമായി നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. ആയതിനാൽ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് മുൻപോട്ട് പോവുക. നല്ല ഗുരുക്കന്മാരുടെ സഹായം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ബിസിനസ് പരമായി നോക്കുമ്പോൾ ഈ മാസം ലാഭം കുറയുന്നതായി കാണുന്നുണ്ട്. ബിസിനസ്സിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റിന് വൃശ്ചികം കൂറുകാർക്ക് ഈ മാസം അനുയോജ്യമല്ല. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും
സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും മെയ് മാസത്തിന്റെ ആദ്യ പകുതി അനുകൂലവും ശേഷം വരവും ചിലവും സമാസമം ആകുന്നതുമാണ്. പ്രശ്നപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകവും വിഷ്ണു ഭഗവാന് പാൽപായസ വഴിപാടും നടത്തുക. പുതിയൊരു അധ്യായവുമായി വരും വരെ നന്ദി, നമസ്കാരം.